ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് GCSEക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്കിപ്പം GCSEയും നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ A ലെവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6th ഫോം അല്ലെങ്കിൽ കോളേജ്. ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രിഡിഗ്രി +2 ആയെന്ന് പറഞ്ഞ അവിടുത്തെ പരിപാടി ഡിസംബർ കഴിഞ്ഞുള്ള ഒരു പീരീഡ് ആകുമ്പോഴത്തേന് റഫ്ലി നമുക്ക് നമ്മളുടെ പയ്യെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഓഫർ വന്നു തുടങ്ങും. അപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഓക്കെ കാര്യം സീരിയസ് ആയി തുടങ്ങിയത് നമുക്ക് തന്നെ ഒരു പെർഫോം ചെയ്തിരിക്കണം. ഇനി കാരണം അതിന് ശേഷം നമുക്ക് പറഞ്ഞ ഒരു നമുക്കൊരു എയിം പോലെ പിന്നെ വന്നു. ഓഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം ഇനി ആ ഓഫറിന് കിട്ടാനുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യണം എക്സാമിൽ. പിന്നെ അങ്ങനെ ഒരു ഇത് ചെയ്ത് വരും. പോസ്റ്റ് എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പം അതിലും തന്നെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഇങ്ങനെ സ്ട്രീംസ് വരുന്ന ഒരു സെക്ഷനാണ്. കാരണം ഇപ്പം എല്ലാവർക്കും ഡിഫറെൻറ്റ് സിനാറിയോസാണ് വരുന്നത്. ഒന്നെങ്കിൽ റിസൾട്ട്സ് നല്ല റിസൾട്ട്സ് കിട്ടിയ പിള്ളേർ എന്ന് വെച്ചാൽ അവരുടെ ഓഫറിന് എൻട്രി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത പിള്ളേരുണ്ട്. ചില പിള്ളേരുണ്ട് എൻട്രി റിക്വയർമെന്റ്സ് ഒട്ടും മീറ്റ് ചെയ്ത പിള്ളേർ കാണും, തള്ളിപ്പോ. അപ്പൊ അവരുടെ ഓഫർ വാലിഡ് അല്ല ഒരിക്കലും. അപ്പം അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരുന്ന നമുക്കിങ്ങനെ ഓരോ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരും നമ്മുടെ എക്സാം റിസൾട്ട്സ് വന്നു കഴിയുമ്പോൾ. പക്ഷെ അന്നേരവും നമുക്ക് ആ യൂണിവേഴ്സിറ്റി ആയിട്ട് വേറെ യാതൊരു ഡീലും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ ഇത് ചെയ്യും, റിജക്ട് ചെയ്യും. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ ഫൗണ്ടേഷൻ ഇയർ അല്ലേ, ചില സമയത്ത് അവർ അങ്ങനെ ഓഫർ ചെയ്യും. അല്ലെങ്കിൽ ചില സമയത്ത് വേറൊരു സിമിലർ കോഴ്സിൽ ഉള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതായിട്ട് അവർ ഓഫർ ചെയ്യും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം റിജക്ട് ആയ പിള്ളേർക്കാണെങ്കിൽ പോലും ക്ലിയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ക്ലിയറിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പം മിക്ക എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ക്ലിയറിംഗ് വേക്കൻസി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പം നേരത്തെ ഈ ഹോൾ വർഷം ഇവർക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാത്ത പിള്ളേർക്ക് ആ ഒരു പീരിയഡിൽ നമുക്കിപ്പോൾ എക്സാം റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അവരെ വിളിച്ച് പറയാം ഇതാ കാര്യം, അല്ലെങ്കിൽ അപ്ലൈ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണല്ലോ. അപ്പം നമുക്ക് കിട്ടിയ ഗ്രേഡ് നമ്മളങ്ങ് കൊടുക്കും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ഓഫർ കിട്ടിയില്ലെന്ന് വെച്ച് നമുക്ക് പിന്നെ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റത്തില്ലെന്നോ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ആയിരുന്ന ഓപ്ഷൻസിനകത്ത് നിന്നുണ്ടായിരുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിനകത്ത് ഒരു ഓഫറും പോലും കിട്ടിയില്ലെന്ന് വെച്ചു എന്ന് വെച്ചാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതോടെ സ്റ്റോറി അവിടെ കഴിയുന്നില്ല. നമുക്ക് വേറെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ അല്ലാതെ വേറെ ഏതൊക്കെ യൂണിയൻ ഉണ്ടോ അവരുടെ ക്ലിയറിംഗ് ത്രൂ നമുക്ക് വേണമെങ്കിൽ ആ ഡിഗ്രിക്ക് കയറാൻ പറ്റും. കാരണം അതിന് പക്ഷേ സിമ്പിൾ പ്രോസസ്, നമ്മൾ അവരോട് പറഞ്ഞാൽ മതി എനിക്ക് ഇന്ന ഗ്രേഡുകളാണ് കിട്ടിയത്, നിങ്ങൾക്ക് എന്നെ എടുക്കുമോ എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും. കാരണം ഈ ക്ലിയറിംഗ് പീരീഡ് വരുമ്പോഴത്തേന് യൂണിവേഴ്സിറ്റികൾക്ക് സെറ്റ് എൻട്രി റിക്വയർമെന്റ് ഇല്ല ആ സ്റ്റേജ് ആകുമ്പോൾ. പിന്നെ സീറ്റ് കയറുന്ന എന്ന് വെച്ചാൽ ഫില്ല് ആവുന്ന അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരെ അവർ എടുക്കത്തില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരെന്താ പറയാ ഈ തീർത്തും മോശമായിട്ടുള്ള റിസൾട്ട് ആയിട്ട് എടുക്കത്തില്ല. ഇതിപ്പം UK തന്നെ വേറെ രാജ്യത്ത് പോയി പഠിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഇപ്പം ഈ മെഡിസിൻ ഇവിടുന്ന് UK തന്നെ പിള്ളേർ വിദേശത്ത് പോയി പഠിക്കുന്ന മെഡിസിൻ ആണ്. അത് ഇവിടെ ഒന്നെങ്കിൽ ചില സമയത്ത് ഇവിടെ കയറാനായിട്ടുള്ള ഗ്രേഡ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ജനറൽ പെർഫോമൻസ് ഇല്ല ഇവിടെ കയറാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് പിന്നെ വിദേശത്ത് പോയി പിള്ളേർ ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ഡേ എംപ്ലോയീസ് നോക്കുന്നത് പോലും പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇപ്പം മോഡേൺ ഡേ എംപ്ലോയീസ് നോക്കുന്ന ഈ ചെറുക്കൻ എവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയേക്കുന്നത് അതല്ല നോക്കുന്നത്, ഈ ചെറുക്കൻ എന്നാ പഠിച്ചേക്കുന്നത്, അവൻ എന്നാ ഗ്രേഡാണ് കിട്ടിയേക്കുന്നത് അതാ നോക്കുന്നത്. അല്ലാതെ അവൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതല്ല. അതിന് ഗ്രേഡിനെക്കാളും കൂടുതൽ ഇപ്പോൾ അവർ നോക്കുന്ന പറഞ്ഞാൽ ഇൻ പേഴ്സൺ നമ്മുടെ വീഡിയോ ബിഹേവിയർ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഇന്റർവ്യൂവിന്റെ സമയത്ത്. നേരത്തെ സമയത്തൊക്കെ ആൾക്കാരെ ഇറങ്ങി വരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് ജോലി കിട്ടുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന ഈ യൂണിവേഴ്സിറ്റി ടൈറ്റിൽ എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ. ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പോയി നമുക്ക് ഏത് ഗ്രേഡ് കിട്ടി, നമ്മൾ ഏത് കോഴ്സ് ചെയ്തു, നമ്മളെന്നുള്ള വ്യക്തി എങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ജോലി കിട്ടുന്നത്. ഇവിടുത്തെ പിള്ളേരുകൾ മെയിനായിട്ട് പോകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഇപ്പം മെജോറിറ്റി ഓഫ് ദ ടൈം ഇപ്പം എഞ്ചിനീയറിംഗ് ഇവിടെ നല്ല പോപ്പുലറാണ്, മെഡിസിനും നല്ല പോപ്പുലറാണ്, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസും നല്ല പോപ്പുലറാണ്. എഞ്ചിനീയറിംഗ് പിന്നെ ജനറലി എല്ലായിടത്തും നല്ല പോപ്പുലാരിറ്റി ഉള്ളതാണ്, കാരണം പല രാജ്യം ഇതായിട്ടുള്ളതാണ്. പിന്നെ അക്കൗണ്ടിങ്ങിന് ഇവിടെ കൂടുതൽ പോപ്പുലാരിറ്റി വരാനായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പം എക്കണോമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് എക്കണോമിക്സ് ആൻഡ് സംതിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഫൈനാൻസ് റിലേറ്റഡ് കോഴ്സ് പോപ്പുലർ ആയ കാര്യം എന്ന് വെച്ചാൽ UK വൺ ഓഫ് ദ മെയിൻ അവരുടെ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി സർവീസ് ആണ് അവരുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ UK സത്യം പറഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടി സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ജോബ് സാധ്യതയുള്ള ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മെഡിസിൻ, അല്ലെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ റിലേറ്റഡ് ജോലികൾ, അല്ലെങ്കിൽ നഴ്സിംഗ്, ഫിസിയോ അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫൈനാൻസിന്റെ ഉള്ളിൽ തന്നെയൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഈ ഓഡിറ്റർ, ടാക്സ് അഡ്വൈസർ അങ്ങനത്തെ ഇമ്മീഡിയറ്റ് ജോബാണ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇതായിട്ട് തന്നെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ കുറെ എല്ലാ കമ്പനിക്കും അവരുടെ ആവശ്യമുണ്ട്. ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ ഏത് മേഖലയിലുള്ള കമ്പനിയാണെന്ന് സാരില്ല, എല്ലാ കമ്പനിക്ക് അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസിന്റെ ആവശ്യമുണ്ട് അവർക്ക്. നമ്മളത് എടുക്കുവാണെങ്കിൽ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കി നമ്മൾ ഓപ്ഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കുന്നത്
മെയിൻലി ഈ ഹെൽത്ത് കെയർ, മെഡിസിൻ ആ സൈഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫൈനാൻസ് ആണ് UK മോസ്റ്റ് ജോബ് സാധ്യതയുള്ളത്. എന്ന് വെച്ച് എഞ്ചിനീയറിംഗ് മോശമാണെന്നുള്ളതല്ല, നമുക്കൊരു പാഷൻ അതൊരു വിഷയത്തിലാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാന്നാണ് ഞാനും പറയുന്നത്. UK നമുക്കിപ്പം 50 വയസ്സായിട്ട് നമുക്കൊരു കോഴ്സ് മാറി വേറൊരു കോഴ്സ് പഠിക്കാൻ പറ്റും. ഇപ്പം നമുക്കിങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ വലിയ ഭയങ്കര ഹൈ അവരുടെ ഏജ് റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് 60 സംതിങ് വല്ലതും ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ തരാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതുവരെ നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സ് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന മാസ്റ്റേഴ്സിലാണെങ്കിൽ എൻ്റെ മാസ്റ്റേഴ്സ് എനിക്ക് 45 വയസ്സുള്ള ഒരു കക്ഷിയുണ്ട് എൻ്റെ മാസ്റ്റേഴ്സിൽ തന്നെ. അപ്പം അവർക്കിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ മാസ്റ്റേഴ്സ് സ്പെസിഫിക്കലി അത് ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള പിള്ളേരൊക്കെ? ഉണ്ട്. നമുക്ക് ലോകത്തിൽ നിന്ന് എല്ലായിടത്തും നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ കോഴ്സിലുണ്ട്. എൻ്റെ ഇപ്പം മാസ്റ്റേഴ്സ് എന്ന് സത്യം പറഞ്ഞാൽ ഞാനും ഒരു 2 others മാത്രമേ ഉള്ളൂ ഹോം സ്റ്റുഡൻസ് എന്ന് പറയാൻ വേണ്ടിയുള്ളൂ. ബാക്കി ഇന്റർനാഷണലാണ്. പക്ഷേ എൻ്റെ ബാച്ചിലേഴ്സ് നേരത്തെ തിരിച്ചായിരുന്നു. എൻ്റെ ബാച്ചിലർ ഡിഗ്രി ചെയ്തതിന് മജോറിറ്റി ഹോം സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ നോട്ടീസ് ചെയ്ത് ഈ കൂടുതലും ഇന്റർനാഷണൽസ് വരുന്നത് ഈ പഠിച്ചത് സ്വാൻസിയിലാണ്. സോൺസി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ സോൺസി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം കൂടുതൽ സ്റ്റുഡൻസ് എല്ലാം വരുന്ന അവരുടെ മാസ്റ്റേഴ്സിനാണ്. കാരണം ബാച്ചിലേഴ്സിനായിട്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് വരുന്ന അത്രയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പം ചിലപ്പം കോമൺ ആകുന്നുണ്ടായിരിക്കും, പക്ഷേ മെയിൻലി മാസ്റ്റേഴ്സിനാണ് എല്ലാവരും വിദേശത്ത് നിന്ന് വരുന്നത്. പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളുടെ സമയത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നോട്ട് മുഴുവൻ ഇവിടെ കോഴ്സ് പഠിച്ചിറങ്ങുക, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, പിന്നെ ഇവിടെ സെറ്റിൽ ആകുക. ഞങ്ങൾക്ക് ഇവിടെ ജോലി അതിനകത്ത് തന്നെ കിട്ടുമെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഞങ്ങൾ ഇവിടെ എന്ത് ജോലി കിട്ടുന്നോ അതിൽ സെറ്റിലായിട്ട് നിൽക്കുക, പിന്നെ PR ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കരിയറിലേക്ക് മാറിപ്പോകാം എന്നുള്ളായിരുന്നു ഞങ്ങളുടെ കാലത്തൊരു നയം. ഇപ്പോൾ വരുന്ന പിള്ളേരുടെ രീതി എങ്ങനെയുണ്ട്? ഇപ്പോൾ വരുന്ന പിള്ളേരുടെ രീതി ഇപ്പം എൻ്റെ ഈ കോഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ അതും ഏകദേശം ഇപ്പോഴും റിലേറ്റീവ്ലി സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്സ് ഉണ്ട്. ഇപ്പം ചില പിള്ളേരുണ്ടെന്ന് വെച്ചാൽ അവരിപ്പം എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ കോഴ്സിലോട്ട് വന്നത്. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഒക്കെ എനിക്ക് എൻ്റെ ആ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവർ മാസ്റ്റേഴ്സ് വന്നത്. പക്ഷേ ചില ആൾക്കാർ നമുക്ക് അവരുടെ ക്ലാസ്സിൽ വരാതിരിക്കുന്നത് കൊണ്ടും ഇതുകൊണ്ട് മനസ്സിലാവും അവർ വന്നിരിക്കുന്ന ഈ ഡിഗ്രിക്ക് വേണ്ടിയല്ല, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇത് വേണ്ടി ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനത്തെ തിങ്കിങ്ങുള്ള ആൾക്കാർ ഇപ്പോഴും തന്നെ ഉണ്ട്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ ആലോചിക്കേണ്ടത് അത് വർത്തിട്ടാണോ അല്ലയോ എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടുത്തെ ഹോം സ്റ്റുഡൻസ് കൊടുക്കുന്നതിന്റെ നേരെ ഇരട്ടി കാശാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇപ്പം 10K ആയിരിക്കും, 10,000 pound ആയിരിക്കും നമ്മുടെ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് 20,000 മേളിൽ വരും ആ സെയിം കോഴ്സിന്. സോ ആ ആസ്പെക്റ്റിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്റർനാഷണലിൽ നിന്ന് വരുന്ന ആൾക്കാർ ആലോചിക്കേണ്ടത് അത് ശരിക്കും നിങ്ങൾ ആ മാസ്റ്റേഴ്സ് ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾ എന്നതാണ് ആക്ച്വലി ഉദ്ദേശിച്ചേക്കുന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചും കൂടെ നോക്കണം. നിങ്ങൾ എടുക്കുന്ന ആ ഫൈനാൻഷ്യൽ റിസ്ക് ആക്ച്വലി വർത്ത് ഇറ്റ് ആണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നിങ്ങളൊരു എഫ്ലുവൻറ്റ് അല്ലെങ്കിൽ ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് ഓക്കെ എനിക്ക് മനസ്സിലാകാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ റിസ്ക് എടുക്കാൻ ബാക്കപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ ഫൈനാൻഷ്യൽ റിസ്ക് അല്ല. പക്ഷെ നമുക്കൊരു ആവറേജ് മാനിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ആ കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് UK വരുന്നത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ആ ഡിഗ്രിക്ക് അത്രയും വാല്യൂ ഉണ്ട്. അല്ലാതെ ജസ്റ്റ് നമ്മൾ ഈ വിസയിൽ ഇവിടെ വന്ന് ചാടാൻ വേണ്ടിയായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രമായിട്ടാണ്. കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ ഉണ്ടായിരുന്നു, ഇത്രയും പൈസ മുടക്കണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ അത് മാത്രമല്ല ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെ ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ MBA എന്ന് പറഞ്ഞ ഇപ്പം ബിസിനസ് മാനേജർ കുറെ മാസ്റ്റേഴ്സ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ 20,000 pound തന്നെ കൊടുത്ത് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിന് ലൈക്ക് ജോബ് പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വാല്യൂ ഇല്ല UK. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ഇവിടെ UK വന്നും എഞ്ചിനീയറിംഗിന്റെ മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അതെനിക്ക് മനസ്സിലാകാൻ പറ്റും. അതൊരു വാല്യൂ ആണ്. അത് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് വരുവാണെങ്കിൽ പോലും അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മാസ്റ്റേഴ്സ് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ഒരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബിടെക് പോലെയല്ലേ ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന മാസ്റ്റേഴ്സിന്റെ ഒരു വാല്യൂ, ഇന്റർനാഷണൽ വാല്യൂ. അത് നാട്ടിൽ നിന്ന് ബിടെക് കഴിഞ്ഞ ഒരാൾ ഇവിടെ MBA പഠിക്കാൻ വരുവാണ്ട് വെച്ചു, അല്ലെ അതിനോട് റിലേറ്റഡ് ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വരുക. അപ്പൊ ഇവര് അതിനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ബിടെക് ഇവിടെ വാലിഡ് ആണോ? ഇവരുടെ ബിടെക് ഇവിടെ വാല്യൂഡ് ആണോ എന്ന് വെച്ചാൽ ഇപ്പം എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടാ വരുന്നെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. അത് കുറച്ചും കൂടെ ഹെൽപ്പം കിട്ടാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്കറിയാമല്ലോ എത്ര എഞ്ചിനീയർമാർ നാട്ടിൽ നിന്ന് ഇവിടെ സാധാ ജോലിയായിട്ട് ഇവിടെ നടക്കുന്നതായിട്ടുള്ളത്. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ UK അവർ ഓഫ് കോഴ്സ് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്ന ഇവിടെ ഉള്ള സ്റ്റുഡൻസിനായിട്ട്. എന്ന് വെച്ചാൽ വിസയുടെ തടസ്സം ഇല്ലാത്ത ആൾക്കാർക്ക് അവർ ചെയ്യുക. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ തന്നെ, ഇപ്പം എൻ്റെ ഹൗസ് മേറ്റ് തന്നെ എനിക്കറിയുന്ന എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ 2 കൂട്ടുകാരുണ്ട്, 2 ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അവർ മെക്കാനിക്കൽ എഞ്ചിനീയറും എയറോസ്പേസ് എഞ്ചിനീയറും ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ബാക്കിയുള്ള ഹൗസിലുള്ള ഹോം സ്റ്റുഡൻസ് എല്ലാവർക്കും ഇപ്പോൾ ജോലിയായി. ഇവർക്ക് 2 ഇന്റർനാഷണൽ അവർക്ക് മാത്രം ഇവരും ജോലിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എല്ലാം കമ്പനി നോക്കുന്നത് ഓക്കെ ഇവരുടെ വിസ നമ്മൾ സ്പോൺസർ ചെയ്യേണ്ട ആൾക്കാരാണോ. ഇപ്പൊ ഈ UK എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് തന്നെ എഞ്ചിനീയർമാർ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് ഓൾറെഡി ഹോം സ്റ്റുഡൻസ് ആയിട്ടുള്ള വിസയുടെ പ്രശ്നം ഇല്ലാത്ത ഇങ്ങനെ ഒരു ടാലന്റ് പൂൾ ഉള്ളപ്പോഴത്തേന്
അവരെന്തിനാണ് പിന്നെ റിസ്ക് എടുത്ത് വീണ്ടും വിസ സ്പോൺസർ ചെയ്ത് എടുക്കുന്നത്? ആ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ ആവശ്യമില്ല അത്. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ ബാച്ചിലേഴ്സ് ഇവിടുന്ന് ഒരു മാസ്റ്റേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ്, പിന്നെ അത് കുറച്ച് ഡിഫറെന്റ് ആയി. കാരണം എന്ന് വെച്ചാൽ അപ്പൊ ഇയാൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്, UK റെക്കഗ്നൈസ് ചെയ്യാവുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ വർത്തിട്ട് ആവും അവർക്ക്. ഇത് ജസ്റ്റ് സ്പെസിഫിക്കലി എഞ്ചിനീയറിംഗ് സൈഡിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം ബാക്കിയുള്ള കരിയേഴ്സ് സെക്ടേഴ്സിലൊക്കെ ഇൻഡസ്ട്രീസും സിമിലർ ആയിരിക്കും, പക്ഷെ അങ്ങനത്തെ ഉറപ്പായിട്ടും അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എഞ്ചിനീയറിംഗ് സൈഡിൽ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ. ഹെൽത്തിന് മാത്രം ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെൽത്തിന് മാത്രം പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നഴ്സുമാർക്ക് ഷോർട്ടേജ് എന്നുള്ള ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതെ, ഇവർക്ക് എത്ര നഴ്സ് കിട്ടിയാലും ഇവർക്ക് മതിയാകത്തില്ല. നഴ്സുമാരും വേണം, ഇവർക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം അവർ. കാരണം അവർ ഇപ്പൊ ആ ഷോർട്ടേജിലാണ് സത്യം പറഞ്ഞാൽ UK അത് നഴ്സുമാരുടെ ഇതില്. എഞ്ചിനീയറിംഗിനും ഉണ്ട് ഈ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞ ഫോർമാറ്റ്, വേർ കോളേജ് കഴിഞ്ഞിട്ട് നമ്മളൊരു കമ്പനിയിലൂടെ അപ്രന്റീസ്ഷിപ്പിന് പിന്നെ അങ്ങ് തുടങ്ങുക. ഡിഗ്രിക്ക് വേറെ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് അതും ഒരു ഓപ്ഷനാണ് പിള്ളേർക്ക് എടുക്കാൻ പറ്റുന്ന ഈ A ലെവൽ കഴിഞ്ഞിട്ട്. ഇപ്പൊ നെസസറി ഈ ഡിഗ്രിയിലോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞൊരു കൺവെൻഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ A ലെവൽ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനൊക്കെ എപ്പോഴും ആൾക്കാർ പറഞ്ഞ് A ലെവൽസ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇപ്പോഴും A ലെവൽസ് തന്നെയാണ് ഏറ്റവും യൂണിവേഴ്സിറ്റി ഡിഗ്രി പോകുന്നതാണ് ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ച്. പക്ഷേ ഇപ്പൊ അപ്രന്റീസ്ഷിപ്പ് കുറേ കൂടെ ഇപ്പം റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. കുറെ ആൾക്കാരും കൂടെ ഇപ്പം ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ നേരത്തെയൊക്കെ പറഞ്ഞു അപ്രന്റീസ്ഷിപ്പ് ഡിഗ്രി അല്ല ചെറുക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി അല്ല കൊച്ചു ചെയ്യുന്നത്, പറയാൻ തന്നെ മോശം. പക്ഷെ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാർ ഇപ്പൊ അപ്രന്റീസ്ഷിപ്പ് ചെയ്തോണ്ടി. കാരണം അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് അവർ മനസ്സിലാക്കിയതാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ കാശ് ഏൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നു. എന്നുവെച്ചാൽ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുമല്ലോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ട് നമ്മളൊരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. കരിയർ ഗ്രോത്തിന്റെ ആസ്പെക്റ്റിൽ ഇപ്പോഴും നമുക്കറിയാവുന്ന ഡിഗ്രി ചെയ്ത് പോകുമ്പോഴാണ് നല്ല പൊസിഷനിൽ എത്തുന്നതെന്ന് ഇപ്പോൾ ഇത്രയും കൊല്ലത്തെ നമുക്കറിയാം. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വെച്ച് അറിയാം. ഇപ്പോഴും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാ ഈ ഡിഗ്രി ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു സാലറി റേഞ്ച് എങ്ങനെ വരും? അതായത് ഇപ്പൊ ഈ ഒരു എഞ്ചിനീയർ ആയിരുന്നു ഒരു കരിയർ തുടങ്ങിയിട്ട് നീ ഇപ്പൊ പറഞ്ഞത് നിന്റെ എഞ്ചിനീയർ ആയിട്ട് കയറി, അത് കഴിഞ്ഞ് പിന്നെ ചാർട്ടേഡ് ആയിട്ട് കയറുന്നു പറഞ്ഞു. അതെ. സോ ഇപ്പൊ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചാണെങ്കിൽ ഇവിടുത്തെ UK ആവറേജ് ഗ്രാജുവേറ്റ്സിന് കിട്ടുന്ന ശമ്പളം അറൗണ്ട് ഒരു 30K മാർക്കാണ്. അണ്ടേസ് നമ്മൾ ടീച്ചിങ്ങിലാണെങ്കിൽ കുറച്ചും കൂടെ കുറവ് കാശ് വരുന്നത്. പക്ഷേ ഓൺ ആവറേജ് ഗ്രാജുവേറ്റ്സിനെല്ലാം കിട്ടുന്ന ഒരു 30,000 റേഞ്ചാണ്. എഞ്ചിനീയർമാർക്കാണെങ്കിൽ പോലും എല്ലാവർക്കും ആ റേഞ്ചിൽ തന്നെ വരത്തുള്ളൂ. പക്ഷേ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ജോലിയുടെ തന്നെ സാലറി വ്യത്യാസം കാണുന്നത് ആ ഇയറുകൾ പോകുന്നതനുസരിച്ച്. ഇപ്പം സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ചില എഞ്ചിൻ ഇപ്പോൾ എൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ 2 years കഴിയുമ്പോഴാണ് നിങ്ങൾ ആ 40K അടുത്ത് മാർക്കിലോട്ട് വരും. ജസ്റ്റ് 2 years എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നിങ്ങൾ ആ 40K മാർക്കിലോട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 5 years കഴിയുമ്പോഴത്തേന് ഞാൻ കമ്പനി മീറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ 60Kയിലോട്ട് മാറി. അപ്പം വർഷങ്ങൾ കൂടുന്നതോടും എഞ്ചിനീയർമാർക്ക് സാലറി ഇൻക്രീസ് ഉണ്ട് നന്നായിട്ട്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ചാർട്ടർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം. അതിപ്പം എഞ്ചിനീയർ ഇപ്പോൾ അക്കൗണ്ടൻസിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പോകുന്ന പോലെ തന്നെ എഞ്ചിനീയർമാർക്കും ചാർട്ടേഡ് എഞ്ചിനീയർ ആകാൻ പറ്റും. അത് ഒരു 3+ year പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി അനുസരിച്ചിരിക്കും എത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാം. പക്ഷെ മിനിമം 3 വർഷമായിട്ട് എടുക്കാം നമുക്ക് ചാർട്ടർഷിപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഓൺ ആവറേജ് 5 വർഷം വേണമെങ്കിൽ എടുക്കാം, 5 വർഷത്തിൽ കൂടുതൽ എടുക്കാം. പക്ഷേ അങ്ങനെ പൊസിഷൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാനുള്ള പൊസിഷൻസ് ഉണ്ട്. പിന്നെ കൂടുതലും എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ ചാർട്ടർഷിപ്പ് കിട്ടുമ്പോഴത്തേനാണ് പിന്നെ നമുക്ക് ഓരോ പ്രൊജക്ട്സിന്റെ ഒക്കെ ഹെഡായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ സാധ്യതയൊക്കെ ഉള്ളത് നമുക്ക്. അപ്പം ഇത്രയും നേരം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും മനസ്സിലാക്കിയതും 2 സിസ്റ്റങ്ങളാണ്. 2 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ UK സിസ്റ്റമാണ് കോംപ്ലിക്കേറ്റഡ് നല്ല പറയേണ്ടത്, ഒത്തിരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്, നമ്മളെപ്പോലെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്ക് ഇച്ചിരി സമയം എടുക്കും. ഇവിടെ നിൽക്കുന്ന ബോണാൻ പ്രോട്ടോപ്പായിട്ട് അല്ലെങ്കിൽ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്ത് പോയിരിക്കുന്ന ആൾക്കാർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അവർക്കത് ഗൈഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡിഗ്രികൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെ അത് അടുത്ത ലെവലുകളിലേക്ക് കയറിപ്പോകണം എന്നുള്ളത്. നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ, കാരണം ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നമുക്കിപ്പോൾ നിലവിലുണ്ട്. സ്റ്റുഡൻസിന് തന്നെ ജോലി നോക്കിയിട്ട് കിട്ടാത്ത അവസ്ഥ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ആർക്കും അറിയാൻ വരാത്ത രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ് ഇവിടെ 2010 കാലത്ത് ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. അപ്പം എല്ലാ കാര്യത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു. നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് പുതുതായിട്ടൊരു സ്ഥലത്ത് വന്ന് വേര് പിടിക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നും ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അവൻ്റെ ക്ലാസ്സിലും അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്നും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് മുമ്പോട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പ്ലാൻ ചെയ്യണമെന്നോ കൂടുതൽ എയിമുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ പീരീഡിലുള്ള പിള്ളേരുടെ മാതാപിതാക്കന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഈ സീരീസ് മൊത്തം ഒന്ന് കേട്ട് നോക്കുക. ഇച്ചിരി ലെങ്തി ആയിരിക്കും, പക്ഷേ വർത്തായിരിക്കും. കാരണം ഈ പിള്ളേർ കുറച്ച് കഴിഞ്ഞ് നിങ്ങളോട് വന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല.
കാരണം ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പീരിയൻസിങ് നൗ. എൻ്റെ കൊച്ചു എന്നോട് വന്നിട്ട് സാറ്റ്സിൻ്റെ എക്സാം കഴിഞ്ഞ് എന്നാ ഉണ്ടാകുന്ന പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പിടികിട്ടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ കുറേ ഇരുന്ന് തപ്പിയെടുക്കുകയും വായിക്കുകയും ചെയ്താണ് ഞാനിത് മനസ്സിലാക്കിയെടുക്കുന്നത്. സ്കൂളുകാർ കുറേ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ലെവലിലല്ല ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സീരീസ് മൊത്തം ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഈ വീഡിയോയുടെ കീഴെ കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഒത്തിരി കമൻറ്റുകൾ അങ്ങനെ സംശയപരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാം. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദിക്കാനുള്ള അടുത്തത്. ഇതുവരെ ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു, അവനറിയുന്നതൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഇനി നമ്മുടെ അടുത്ത ഏരിയ നിയോയാണ്. നിയോയുടെ എക്സ്പീരിയൻസ് അത് കേൾക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവനിപ്പോൾ വന്ന് ഇപ്പോൾ 1 വർഷമായില്ലേ. അപ്പം അടുത്ത് അവൻ്റെ എക്സ്പീരിയൻസ് ഇനി തുടങ്ങുവാണ്. യൂണിവേഴ്സിറ്റി ലെവലിലോട്ടുള്ള അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ വെച്ച് അടുത്ത എക്സ്പീരിയൻസ് തുടങ്ങുവാണ്. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.